ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഒരിക്കൽ കൂടി എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. മറ്റൊന്നുമല്ല, അസ്ത്രത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ നാട്ടിൽ ഇതിന് അസ്ത്രം എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ഇത് എന്തോ പറയുന്നത് എനിക്ക് അറിയത്തില്ല. ചിലപ്പോൾ കൂട്ടുകറിയൊന്നും പറയാതിരിക്കാം. എന്തായാലും നമ്മുടെ നാട്ടിൽ അസ്ത്രം എന്നാണ് പറയുന്നത്. അപ്പം പെട്ടെന്ന് നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്, ഇത് പടവലങ്ങ, ഓമയ്ക്ക ഇത്രയും വേണ്ട കേട്ടോ, ചെറിയൊരു കഷ്ണം മതി. അപ്പം ഏത്തക്കായ, ഇത് ലോക്കി എന്ന് പറയും. പിന്നെ ക്യാരറ്റ്, ചെറിയൊരു പീസ് മത്തങ്ങ കൂടുതൽ ഇടണ്ട, മധുരിക്ക് കേട്ടോ. പിന്നെ ചെറിയ 2 പീസ് ചേമ്പ്. അപ്പം ചേമ്പ് ഇട്ടാൽ നല്ല കറിക്ക് നല്ല കൊഴുപ്പ് കിട്ടുവേ. പിന്നെ 2 ചെറിയ തക്കാളി. പിന്നെ ഇതിന് വള്ളിപ്പയറെന്നും പറയും. പിന്നെ ഇത് വഴുതനങ്ങ, ഒരു കിഴങ്ങ്, ഒരു ചെറിയ സവാള, കുറച്ച് കൊച്ചുള്ളി, പച്ചമുളക്, ഇത്രയും മതി. പിന്നെ ചേന ഉണ്ടെങ്കിൽ ചേനയും ചേർക്കാം കേട്ടോ. നിങ്ങളുടെ കയ്യിൽ എന്താ വെജിറ്റബിൾ ഉള്ള അതൊക്കെ ചേർക്കാം. പാവയ്ക്കയും ബീട്രൂട്ടും ഒന്നും ചേർക്കണ്ടെന്നേ ഉള്ളൂ. അതിനുശേഷം വേണ്ടത് ഒരു അരമുറി തേങ്ങ. അരമുറി ഒരു വലിയ തേങ്ങയുടെ അരമുറിയാണ്. ഇത്രയും സബ്ജിയൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അതുകൊണ്ടാണ് അരമുറി എടുത്തത്. പിന്നെ ഒരു 4-5 വെളുത്തുള്ളി, 1 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ ജീരകം, ഇത് 1 ടീസ്പൂൺ മുളക് പൊടി. അപ്പം ഇതെല്ലാം കൂടെ നല്ല പേസ്റ്റ് പോലെ നമ്മൾ അരച്ചെടുക്കണം. 1.5 ടീസ്പൂൺ മുളക് പൊടി. കറികളെല്ലാം നമ്മൾ നന്നായിട്ട് എല്ലാം ക്ലീൻ ചെയ്തിട്ട് കഴുകി നമ്മൾ സാമ്പാറിന് അരിയുന്നോട്ട് അരിഞ്ഞ് ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് വേവിച്ചെടുക്കണം. എന്നാൽ നമ്മൾ പച്ചക്കറികളെല്ലാം അരിഞ്ഞ് ഇനി ഇത് കുക്കറിലോട്ടിട്ട് നമുക്ക് വേവിക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി. ഇതിപ്പം കുറേ ഉണ്ടല്ലോ, അതുകൊണ്ട് 1 ടീസ്പൂൺ എടുക്കും. ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ നമ്മൾ കുറച്ച് വെള്ളം, ഒത്തിരി വെള്ളം വേണ്ട, കുറച്ച്, നികത്തിയും വേണ്ട കേട്ടോ, കാരണം പച്ചക്കറിയിൽ നിന്ന് വെള്ളം ഇറങ്ങും. ഇത്രയും കൂടെ ചേർത്തിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. രണ്ട് തൊട്ട് 3 വിസിൽ വരെ അടിക്കണേ പച്ചക്കറിക്ക്. പച്ചക്കറി അത്യാവശ്യം വെന്തൊന്ന്. ഇനി നമ്മൾ ഇതിനകത്ത് ഇടാൻ വേണ്ടിയിട്ട് ഒരു തേങ്ങ ഒന്ന് കുറച്ച് വറുത്തെടുക്കണം. ഇനി ചട്ടി ചൂടായി കഴിഞ്ഞ് കുറച്ച് എണ്ണ, കുറച്ച് മതിയേ. ഇതിനായിട്ട് കുറച്ച് തേങ്ങ, നമുക്ക് അരമുറി വേണ്ട, കുറച്ച് മതി. ഇതിപ്പോ ഞാൻ കുറച്ച് തോനെ ഉള്ളതുകൊണ്ടാണ് കുറച്ച് തേങ്ങ എടുത്തത്. ഇത് നമുക്ക് വറുത്ത് ഇതിനകത്ത് ഇടണം. പിന്നെ ഒരു 2-3 വറ്റൽമുളക്, അതും, പിന്നെ ശകലം കറിവേപ്പില. ഇത്രയും വറുത്ത് നമുക്ക് അതിനകത്ത് ഇടാനുള്ളതാണ്. നമ്മൾ കടുക് പൊട്ടിക്കണം ആദ്യം. കടുക് പൊട്ടിയതിന് ശേഷം തേങ്ങയും വറ്റൽമുളകും കറിവേപ്പില ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇതിനി നമുക്ക് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം, നന്നായിട്ട് വറുത്ത് മൂപ്പിച്ചെടുക്കണം. ഗൈസ്, ഇപ്പം തേങ്ങ എല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട്, കണ്ടോ? ഈ ഒരു പരുവം നന്നായിട്ട് മൂക്കണം. എല്ലാം ഇപ്പൊ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ വിസിലൊക്കെ പോയി പച്ചക്കറികളെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഗൈസ്, എല്ലാം നന്നായിട്ട് വെന്ത് ഇനി നമുക്ക് അരപ്പുണ്ടല്ലോ, അത് ചേർക്കണം. അപ്പൊ അരപ്പ് നേരത്തെ നമ്മൾ അരപ്പാണ്. ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണേ അരപ്പിട്ട്. ഈ സമയത്ത് നമ്മളെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് ഗ്യാസ് ഓൺ ചെയ്യണേ. ഇത് തിളച്ച് ഇതിന്റെ പച്ചച്ചവയൊക്കെ മാറണം. ഈ സമയത്ത് നോക്കണം ഉപ്പുണ്ടോന്ന്. പിന്നെ കൂട്ടത്തിൽ ഒരു ഐറ്റം കൂടെ ചേർക്കാനുണ്ട്. ഗൈസ്, അടുത്ത ചേർക്കേണ്ടത് നമുക്ക് വൻപയർ വേവിച്ചാണേ. വൻപയർ ചേർത്തതേ ഞാനിപ്പോ അത് എന്റെ സ്ക്രീൻ ഓഫായിപ്പോയി, ക്യാമറ ഓഫായിപ്പോയി. അത് ഒരു 1/2 കപ്പ് അത്രയും വൻപയറും കൂടെ ചേർക്കുമ്പോഴേ ഇതിന് നല്ല സ്വാദ്. അത് ഞാൻ സെപ്പറേറ്റ് വേവിച്ച് ചേർത്തത്.
നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സബ്ജിയുടെ കൂടെ ഇട്ട് വേവിക്കാം. അതാകുമ്പോൾ ഉടഞ്ഞു പോകും. ഇതാകുമ്പം കറക്റ്റ് ആയിട്ടിരിക്കും. ഗൈസ്, ഇത് നന്നായിട്ടൊന്ന് തിളച്ച ശേഷം നമുക്ക് ഇതിനകത്തോട്ട് തേങ്ങ ചേർക്കാം. വറുത്ത് വെച്ചിരുന്ന തേങ്ങ ഇല്ലേ, അത് ചേർക്കാം. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. രുചികരമായ കൂട്ടുകറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഉപയോഗിക്കാം. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പൊ നമ്മുടെ കറി റെഡിയാണ്. നമ്മൾ ഇതിനകത്ത് ഇനി കടുക് താളിച്ചൊന്നും ഇടത്തില്ല. ഓൾറെഡി നമ്മൾ കടുക് പൊട്ടിച്ചിട്ടായിരുന്നു തേങ്ങ വറുത്തത്. അതുകൊണ്ട് ഇനി നമ്മൾ ഒന്നും ചെയ്യത്തില്ല. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നിടം വരെ എല്ലാവർക്കും ബൈ.